മിശിഹായിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ, സ്ലീഹാകാലം രണ്ടാം ആഴ്ചയിലേക്ക് തിരുസഭ പ്രവേശിച്ചിരിക്കുകയാണ്. വായിച്ച് കേൾക്കപ്പെടുന്ന സുവിശേഷം വിശുദ്ധ യോഹന്നാനിൽ നിന്നാണ്. നമ്മൾ ഒരുപാട് വട്ടം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള സുവിശേഷ ഭാഗം. ഒരുപക്ഷെ ഈശോ ഈ ലോകത്തിൽ ആയിരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഒരു കുടുംബം, അത് ബഥനിയായിലെ മറിയത്തിന്റെയും മർത്തായുടെയും ലാസറിന്റെയും കുടുംബമാണ്. ഈശോ ഏറ്റവും കൂടുതൽ ദിവസങ്ങളിൽ അന്തി ഉറങ്ങിയിരുന്ന ഒരു ഭവനം, ഈശോ എപ്പോഴും കടന്നു ചെല്ലാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കുടുംബം, ഈശോയെ എപ്പോഴും പ്രതീക്ഷിച്ച് കാത്തിരുന്ന ഒരു കുടുംബം. സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ഓശാന പെരുന്നാളിന് ശേഷം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിറവേറ്റപ്പെടാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ദിവസങ്ങളിലെല്ലാം ഈശോ അന്തി ഉറങ്ങിയിരുന്നത് ഇവരുടെ കുടുംബത്തിലാണ്. അത്രമാത്രം ഈശോ ആഗ്രഹത്തോടും സ്നേഹത്തോടും കൂടി കാത്ത് സംരക്ഷിച്ച് പരിപാലിച്ചു പോന്നിരുന്ന ഒരു കുടുംബമായിരുന്നു ബഥനിയായിലെ ഇവരുടെ കുടുംബം. സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്തിൽ നമ്മൾ കാണുന്നു, ഇത്രമാത്രം ഈശോയെ ആരാധിച്ചിരുന്ന, ഇത്രമാത്രം ഈശോയോട് സ്നേഹം പുലർത്തിയിരുന്ന, ഇത്രമാത്രം ഈശോയോട് പ്രാർത്ഥിച്ചിരുന്ന ഈ കുടുംബത്തിലേക്ക് വലിയ ഒരു പ്രതിസന്ധി കടന്നു വരികയാണ്. അത് അവരുടെ സഹോദരനായ ലാസർ രോഗബാധിതനായി തീരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ സാധാരണ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉയർന്നു വന്നേക്കാവുന്ന ഒരു ചോദ്യം ഇതാണ്: എന്തുകൊണ്ടായിരിക്കാം ഈശോയോട് ഇത്രമാത്രം സ്നേഹബന്ധം പുലർത്തുന്ന, ഈശോയോട് ഇത്രമാത്രം പ്രാർത്ഥിക്കുന്ന, ഈശോ ഇത്രമാത്രം ആരാധിക്കുന്ന ഒരിടത്തിലേക്ക് ഒരു വലിയ പ്രതിസന്ധി കടന്നു വരാനായിട്ടുള്ള കാരണം? അതിൻ്റെ ഉത്തരം സുവിശേഷം ശ്രദ്ധിച്ചു വായിച്ചാൽ വ്യക്തമാണ്. ഈശോയോട് ഒരുപാട് പ്രാർത്ഥിച്ചിരുന്ന, ഈശോയെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു കുടുംബത്തിലേക്ക് ഒരു പ്രതിസന്ധി കടന്നു വരുന്നതിന്റെ കാരണം ഇവരെങ്ങനെ ഇതിനെ അഭിമുഖീകരിക്കുമെന്ന് സംശയത്തോടെ ഉറ്റുനോക്കുന്ന ഒരു ജനതയ്ക്ക് കൃത്യമായ ഒരു പാഠം നൽകുന്നതിനു വേണ്ടിയാണ്. ഇവരുടെ ജീവിതത്തിലേക്ക് ഈ പ്രതിസന്ധി കടന്നു വരുമ്പോൾ ഇവര് പിന്നെ ദേവാലയത്തിൽ നിന്ന് അകന്നു പോകുമോ, ഇവർ പിന്നെ ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു പോകുമോ എന്ന് സംശയത്തോടെ ഉറ്റുനോക്കുന്ന ഒരു വലിയ ജനസമൂഹം നമ്മുടെ ചുറ്റുപാടിനുമുണ്ട്. അവർക്കൊക്കെ കൃത്യമായ ഒരു പാഠം നൽകുന്നതിന് വേണ്ടിയാണ് ഈശോയെ ഒരുപാട് സ്നേഹിക്കുന്നവരുടെ ജീവിതങ്ങളിലേക്ക് ഇപ്രകാരമുള്ള സഹനങ്ങളും വേദനകളും പ്രതിസന്ധികളും ഒക്കെ ഈശോ വെച്ചു നീട്ടുന്നത്. ഇവിടെയും ഈ കുടുംബത്തിലും തങ്ങളുടെ സഹോദരൻ രോഗബാധിതനായി തീരുമ്പോഴും ഈ സഹോദരിമാർ ഈശോയിൽ നിന്ന് അകലുന്നില്ല. മറിച്ച് അവർ പഴയതിനേക്കാളും കൂടുതലായിട്ട് ഈശോയെ സ്നേഹിക്കുകയും ഈശോയെ ആരാധിക്കുകയും ഈശോയോട് അടുപ്പം പുലർത്തുകയുമാണ് ചെയ്യുന്നത്. സുവിശേഷത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ഏതാണ്ട് മധ്യഭാഗത്തിൽ നമ്മളൊരു വാചകം ഇപ്രകാരം കാണുന്നുണ്ട്: ഈശോ ലാസർ രോഗബാധിതനായി എന്നുള്ള വിവരം കേൾക്കുകയാണ്. തുടർന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു, ഈശോ ലാസറിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, എങ്കിലും താൻ ആയിരുന്ന ഗ്രാമത്തിൽ അവൻ 3 ദിവസം കൂടി താമസിക്കുകയാണ്. ഈ വാചകങ്ങൾക്ക് തമ്മിൽ എന്തോ ഒരു ചെറിയ വൈരുദ്ധ്യാത്മകത നമുക്ക് മനസ്സിൽ തോന്നാൻ വഴിയുണ്ട്. ഈശോ ലാസറിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, അവൻ പെട്ടെന്ന് തന്നെ ആ ഗ്രാമത്തിലേക്ക് പോയി എന്നാണല്ലോ ഒരു പക്ഷേ എഴുതേണ്ടിയിരുന്നത്. പക്ഷെ എഴുതി വെച്ചിരിക്കുന്നത് അവൻ താൻ ആയിരുന്ന ഗ്രാമത്തിൽ തന്നെ 3 ദിവസം കൂടി താമസിച്ചു എന്നുള്ളതാണ്. അതെന്തുകൊണ്ടായിരിക്കാം? അതിന്റെ കാരണം ഇവരുടെ കുടുംബത്തിൽ മർത്തായും മറിയവും ഒക്കെ വലിയ ഒരു കാത്തിരിപ്പ് അനുഭവിക്കുന്ന സമയമാണ്. ഒരു പക്ഷേ അവരുടെ ഉള്ളിൽ വിചാരിച്ചിരുന്നത് തങ്ങളുടെ സഹോദരൻ രോഗബാധിതനായി എന്നുള്ള വിവരം കേൾക്കുന്ന മാത്രയിൽ ഈശോ ഓടി വന്ന് ഇവനെ സുഖപ്പെടുത്തും എന്നുള്ളതാണ്. പക്ഷെ അവരൊരു കാലതാമസം നേരിടുകയാണ്. ആ കാലതാമസത്തിന് ശേഷം സംഭവിക്കുന്നതോ, ഈ പെൺകുട്ടികൾ തങ്ങളുടെ മനസ്സിൽ ചിന്തിക്കാത്ത ഒരു നല്ല കാര്യം സംഭവിക്കുകയാണ്. അത് ലാസർ ഈശോ ഇങ്ങനെ മരണത്തിൽ നിന്നും അവനെ ഉയർപ്പിക്കുന്ന ഭാഗമാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ഇപ്രകാരമുള്ള കാത്തിരിപ്പുകൾ ഉണ്ടാവാറുണ്ട്. അത് നമ്മുടെ ജോലി സാധ്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാകാം, നമ്മുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാകാം, അങ്ങനെ എന്തുമാകാം. ഈ കാത്തിരിപ്പുകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും നിരാശപ്പെടരുത്. വൈകുക എന്നതിൻ്റെ അർത്ഥം നിഷേധിക്കപ്പെടുക എന്നല്ല, മറിച്ച്
നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറത്തുള്ള ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണത്. ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാലതാമസം നേരിടുന്നുവെങ്കിൽ, ഏതെങ്കിലും മേഖലയിൽ ഒരു കാലതാമസം നേരിടുന്നുവെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോണം, നിങ്ങൾ രക്ഷപ്പെട്ടു. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും അപ്പുറത്തുള്ള ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നതിന് വേണ്ടിയുള്ള സമയമാണത്. അതിനുവേണ്ടി ഈശോ എടുക്കുന്ന ഒരു സമയമാണത്. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, അവസാനിപ്പിക്കുകയാണ് 2 ചിന്തകൾ. ഈശോ ഏറ്റവും കൂടുതൽ വസിച്ചിരുന്ന ഒരു കുടുംബം, അത് ബഥനിയായിലെ ഇവരുടെ ഭവനമാണ്. ഈശോയോട് ഒരുപാട് ആരാധനയോടും പ്രാർത്ഥനയോടും സ്നേഹത്തോടും കൂടി ജീവിക്കുന്നവരുടെ ഇടങ്ങളിലേക്ക് സഹനങ്ങളും വേദനകളും ഉണ്ടാകുന്നതിന്റെ കാരണം അവരെങ്ങനെ ഇതിനെ അഭിമുഖീകരിക്കുമെന്ന സംശയത്തോടെ ഉറ്റുനോക്കുന്ന ഒരു ലോകത്തിന് പാഠമാകാൻ വേണ്ടിയാണ്. 2ാമത്തെ ചിന്ത, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് കാലതാമസം നേരിടുന്നുവെങ്കിൽ ചിന്തിക്കണം, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്തുള്ള ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണത്. അതിനുവേണ്ടി ദൈവം എടുക്കുന്ന ഒരു സമയമാണത്. ഈ ചിന്തകളെല്ലാം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. ഈശോയിലേക്കും സഭയിലേക്കും കൂദാശകളിലേക്കും നമുക്ക് കൂടുതലായിട്ട് അടുക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.